2025 ഡിസംബറിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നോക്കാം. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമാണ്. ഈ വർഷത്തെ സന്ദേശം ഓവർകമ്മിങ് ഡിസ്റപ്ഷൻ ട്രാൻസ്ഫോമിംഗ് ദി എയ്ഡ്സ് റെസ്പോൺസ്. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. ഈ വർഷത്തെ സന്ദേശം ഓവർകമ്മിങ് ഡിസ്റപ്ഷൻ ട്രാൻസ്ഫോമിംഗ് ദി എയ്ഡ്സ് റെസ്പോൺസ്. അടുത്തത് ഒരു ഭീമൻ ഗുഹയാണ്. വെരിയോവ് കിന. ഭൂമിയിൽ കണ്ടെത്തിയതിൽ ഏറ്റവും ആഴമേറിയ ഗുഹയാണ് വെരിയോവ് കിന. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ജോർജിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ആഴം 2212 മീറ്റർ ആണ്. അടുത്തത് സൈബർ ഹെൽപ്പ് ലൈൻ നമ്പർ ഒന്ന് അറിഞ്ഞിരിക്കുക. 1930. സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1930 എന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ വേർഡ് ഓഫ് ദി ഇയർ ആണ് റേജ് ബൈറ്റ്. എന്താണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ 2025 വേർഡാണ് റേജ് ബൈറ്റ്. RBIയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായത് ആര് എന്ന് ചോദിച്ചാൽ ഉഷ ജാനകി രാമൻ. RBIയുടെ ന്യൂ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചാൽ ഉഷ ജാനകി രാമനാണ്. അടുത്തത് സോട്ടോ എന്നൊരു പദ്ധതിയാണ്. മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കാൻ രൂപീകരിച്ച പദ്ധതിയാണ് സോട്ടോ. മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കാൻ രൂപീകരിച്ച പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ സോട്ടോ. കാംബല്ലിയ ഓറൻടിയാക്ക. ഇതെന്താണെന്നറിയോ? ഇതൊരു പരാത സസ്യമാണ്. അതായത് വയനാട് വനമേഖലയിൽ 175 വർഷത്തിന് മുൻപുണ്ടായിരുന്ന ഒരു സസ്യമാണ്. എന്നാൽ പിന്നീട് അതിന് വംശനാശം സംഭവിച്ചു എന്നാണ് കരുതിയിരുന്നത്. 175 വർഷത്തിന് ശേഷം വീണ്ടും ഈ കാംബല്ലിയ ഓറൻടിയാക്ക എന്ന സസ്യത്തെ കണ്ടെത്തി. അതായത് 175 വർഷത്തിന് ശേഷം വയനാട് വനമേഖലയിൽ കണ്ടെത്തിയ വംശനാശം സംഭവിച്ചു എന്ന് കരുതിയ പരാത സസ്യം ഏത് എന്ന് ചോദിച്ചാൽ കാംബല്ലിയ ഓറൻടിയാക്ക. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇനി മുതൽ സേവാ തീർത്ത് എന്നാണ് അറിയപ്പെടുക. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇനി മുതൽ സേവാ തീർത്ത് എന്ന് അറിയപ്പെടുന്നു. ഈ മാസം തമിഴ്നാട്ടിൽ നിന്നും 5 വസ്തുക്കൾക്ക് ഭൗമസൂചിക പദവി ലഭിക്കുകയുണ്ടായി. അത് ഏതെല്ലാം എന്ന് ചോദിച്ചാൽ വൊറയൂർ കോട്ടൺ സാരി, അംബാസമുദ്രം കളിപ്പാട്ടം, കാവിന്തപ്പാടി നാട്ടുശർക്കര, നാമക്കൽ കൽച്ചട്ടികൾ, തൂയമല്ലി അരി. എന്തൊക്കെയാണ് തമിഴ്നാട്ടിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച വസ്തുക്കൾ? എന്തൊക്കെയാണ്? വൊറയൂർ കോട്ടൺ സാരി, അംബാസമുദ്രം കളിപ്പാട്ടം, കാവിന്തപ്പാടി നാട്ടുശർക്കര, നാമക്കൽ കൽച്ചട്ടികൾ, തൂയമല്ലി അരി. ഈയിടെ നമ്മുടെ ഗാലക്സിയെ കൂടാതെ മറ്റൊരു സ്പൈറൽ ഗാലക്സിയെ കൂടെ കണ്ടെത്തി എന്ന് പറയുകയുണ്ടായി. ആ ഗാലക്സിയുടെ പേരാണ് അളകനന്ദ. നമ്മുടെ ഗാലക്സി കൂടാതെ മറ്റൊരു ഗാലക്സിയെ കൂടി കണ്ടെത്തി എന്ന് പറയുകയുണ്ടായി. ആ ഗാലക്സിയുടെ പേരാണ് അളകനന്ദ. ഇത് കണ്ടെത്തിയത് റാഷി ജെയിൻ ആൻഡ് യോഗേഷ് വദാഡേക്കർ. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡർ ആരാണ് എന്ന് ചോദിച്ചാൽ ഹർമൻപ്രീത് കൗർ. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡർ ആയി നിയമിതയായത് ഹർമൻപ്രീത് കൗർ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ് ഹർമൻപ്രീത് കൗർ. അടുത്ത നമുക്കറിയാം ഡിസംബർ 5 ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നു. ഈ വർഷത്തെ ആശയം ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ്. ഡിസംബർ 5 ലോക മണ്ണ് ദിനം. ഈ വർഷത്തെ പ്രമേയം ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ്. സെയ്യാര, വൈഭവ്, കുംഭമേള ഇതെല്ലാം എന്താ നോക്കാം. ഗൂഗിളിൽ കൂടുതൽ സെർച്ച് ചെയ്ത ചിത്രമാണ് സെയ്യാര. ഈ വർഷം ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത ചിത്രം സെയ്യാര. ഇനി ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട വ്യക്തി ഏതാണെന്ന് ചോദിച്ചാൽ വൈഭവ്. ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട വ്യക്തി വൈഭവ്. ഏറ്റവും സെർച്ച് ചെയ്യപ്പെട്ട സംഭവം കുംഭമേള. ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട സംഭവം കുംഭമേള. 2026 ഏഷ്യൻ ഗെയിംസിന്റെ വേദി ജപ്പാൻ. 2026 ഏഷ്യൻ ഗെയിംസിന്റെ വേദി ജപ്പാൻ. റിപ്പോ റേറ്റിൽ ഈയിടെ മാറ്റം വരികയുണ്ടായി. പുതിയ റിപ്പോ റേറ്റ് 5.25. റിപ്പോ റേറ്റിലെ മാറ്റം വരികയുണ്ടായി. പുതിയ റിപ്പോ റേറ്റ് 5.25. കേരളത്തിലെ പുതിയ ഇനം മരച്ചീനിയാണ് മന്ന. അത് വികസിപ്പിച്ചത് ജോൺസൺ എന്നൊരു കർഷകനാണ്. കേരളത്തിലെ പുതിയ ഇനം മരച്ചീനി മന്ന. അത് വികസിപ്പിച്ചത് ജോൺസൺ എന്ന കർഷകൻ. ബീഹാറിൽ മുഖ്യമന്ത്രിയായി പ്രതിജ്ഞ ചെയ്തത് നിതീഷ് കുമാർ. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 10 തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ് നിതീഷ് കുമാർ. സ്വതന്ത്ര ഇന്ത്യയിൽ 10 തവണ മുഖ്യമന്ത്രി ആകുന്ന ആദ്യത്തെ വ്യക്തിയാണ് നിതീഷ് കുമാർ. ഏത് സംസ്ഥാനത്തെയാണ്? ബീഹാറിലെ മുഖ്യമന്ത്രിയാണ്. ലണ്ടൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ സ്ഥാനം നേടുകയുണ്ടായി. എന്തുകൊണ്ടാണ്? 10 തവണ മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ ലണ്ടൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ സ്ഥാനം നേടി നിതീഷ് കുമാർ, ബീഹാർ മുഖ്യമന്ത്രി. ഇത്രയും ഒന്ന് ഓർത്തു വയ്ക്കുക.
സൗരയൂഥത്തിന് പുറത്ത് ഒരു ചന്ദ്രൻ എന്ന രീതിയിൽ ഒരു വാർത്ത വന്നിരുന്നു അല്ലേ? അതായത് സൗരയൂഥത്തിന് പുറത്ത് 133 പ്രകാശവർഷം അകലെ, അത്രയും ദൂരെ HD 206893b എന്ന ഒരു ഗ്രഹത്തെ ചുറ്റിക്കൊണ്ട് ഒരു ഉപഗ്രഹത്തെ കണ്ടെത്തി. ആ ഉപഗ്രഹത്തെ സൗരയൂഥത്തിന് പുറത്തൊരു ചന്ദ്രൻ എന്ന രീതിയിൽ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. 133 പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ഗ്രഹത്തെ ചുറ്റുന്ന ഒരു ഉപഗ്രഹമാണ് കണ്ടെത്തിയത്. ഏത് ഗ്രഹത്തെയാണ് ചുറ്റുന്നത് എന്ന് ചോദിച്ചാൽ HD 206893b. ലോകത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായി അന്താരാഷ്ട്ര നാണയനിധി തിരഞ്ഞെടുത്തത് UPIA ആണ്. അന്താരാഷ്ട്ര നാണയനിധി ലോകത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായി തിരഞ്ഞെടുത്തത് UPIA ആണ്. UPIയുടെ ഫുൾ ഫോം യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. ഈ വർഷത്തെ തീം അവർ എവരിഡേ എസെൻഷ്യൽസ്. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നു. തീം അവർ എവരിഡേ എസെൻഷ്യൽസ്. ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ആനന്ദ് അംബാനി. ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയ വ്യക്തി ആര്? ആനന്ദ് അംബാനി. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ബോട്ട് സർവീസ് നിലവിൽ വന്നത് എവിടെ എന്ന് ചോദിച്ചാൽ അത് വാരണാസിയാണ്. ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ബോട്ട് സർവീസ് നിലവിൽ വന്നത്. ടൈം വാരികയുടെ ഈ വർഷത്തെ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ AI-യുടെ ശില്പികൾ. അതായത് ടൈം വാരിക ഈ വർഷത്തെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് ആര് എന്ന് ചോദിച്ചാൽ അത് ഒരു വ്യക്തിയായില്ല, കുറച്ചു പേർ ചേർന്നതാണ്. AI-യുടെ ശില്പികളെയാണ് ടൈം വാരിക ഈ വർഷത്തെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത്. 2025 ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിന്റെ വേദി എവിടെയാണ് എന്ന് ചോദിച്ചാൽ പഞ്ച്കുലയാണ്. പഞ്ച്കുല സ്ഥിതി ചെയ്യുന്നത് ഹരിയാന. ഹരിയാനയിലെ പഞ്ച്കുലയിലാണ് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റ് വേദി 2025 ഉള്ളത്. ഈയിടെ വാർത്തകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോവുകയാണ് എന്ന്. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റാണ്. പുതിയ പേര് പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന. തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് എന്താണ് എന്ന് ചോദിച്ചാൽ പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന. ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് വേദിയാകുന്നത് കൊച്ചി. ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന് വേദിയാകുന്നത് കൊച്ചി. അതുകൂടെ അറിഞ്ഞു വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് അടുത്തത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആയി നിയമിതനായ ആദ്യ മലയാളി ആര് എന്ന് ചോദിച്ചാൽ PR രമേശ്. ഒരു മലയാളി ആദ്യമായിട്ടാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആയി നിയമിതനാകുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആയി നിയമിതനായ ആദ്യ മലയാളി ആര്? PR രമേശ്. എന്നാൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയി നിയമിതനായത് ആര് എന്ന് ചോദിച്ചാൽ രാജ്കുമാർ ഖോയൽ ആണ് ഉത്തരം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര് എന്ന് ചോദിച്ചാൽ രാജ്കുമാർ ഖോയലാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളി ആര് എന്ന് ചോദിച്ചാൽ PR രമേശ് ആണ്. ഒരു പ്രസിദ്ധ നടൻ ആരംഭിച്ച സ്റ്റാർട്ടപ്പാണ് ക്രേവ്. ആരാണ് ഇത് ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ നിവിൻ പോളിയാണ്. ക്രേവ് എന്ന സ്റ്റാർട്ടപ്പ് ആരംഭിച്ച മലയാള നടൻ ആര് എന്ന് ചോദിച്ചാൽ നിവിൻ പോളി. ഈ വർഷം നടന്ന സ്ക്വാഷ് ലോകകപ്പ് ജേതാക്കൾ ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം ഇന്ത്യ. സ്ക്വാഷ് ലോകകപ്പ് ഇന്ത്യയാണ് ഒന്നാമത് എത്തിയത്. ഇന്ത്യയിലെ ആദ്യ എനർജി മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ പാട്ന. ഇന്ത്യയിലെ ആദ്യ എനർജി മ്യൂസിയം നിലവിൽ വരുന്നത് പാട്നയിലാണ്. തൊഴിലുറപ്പ് ഭേദഗതി ബില്ല് പാസാക്കിയെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? അതാണ് VBG റാംജി ബിൽ. VBG റാംജി ബിൽ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിസംബർ മാസം 3 രാജ്യങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. അത് ഏതെല്ലാം രാജ്യങ്ങളാണ് എന്ന് ചോദിച്ചാൽ ജോർദാൻ, എത്യോപ്യ, ഒമാൻ. ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നീ 3 രാജ്യങ്ങളാണ് ഡിസംബർ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചത്. കെഫ്രി സ്ഥാപിതമായിട്ട് 50 വർഷം തികയുന്നു. അതായത് കേരള വന ഗവേഷണ സ്ഥാപനം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കെഫ്രി എന്നറിയപ്പെടുന്നത്. 1975 ഇത് സ്ഥാപിതമായത്. അതുകൊണ്ട് തന്നെ 2025 ആകുമ്പോഴത്തേക്കും 50 വർഷം തികയുന്നു. പീച്ചിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. SBIയുടെ മാനേജിംഗ് ഡയറക്ടർ ആയി നിയമിതനായത് ആര് എന്ന് ചോദിച്ചാൽ രവി രഞ്ജൻ. രവി രഞ്ജനാണ് SBI മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത്. സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വളരെയേറെ ചർച്ച ആയിട്ടുണ്ടായിരുന്ന ഒരു വിഷയമാണ് സിൽവർ ലൈൻ. എന്നാൽ സിൽവർ ലൈനിന് പകരമായി വരുന്ന പദ്ധതിയാണ് റാപ്പിഡ് റെയിൽ. സിൽവർ ലൈനിന് പകരമായി വരുന്ന പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ റാപ്പിഡ് റെയിൽ. വിദ്യാർത്ഥിനികൾക്ക് ആയോധന കലാ പരിശീലനം സാധ്യമാക്കുന്ന പദ്ധതി ധീര. വിദ്യാർത്ഥിനികൾക്ക് ആയോധന കലാ പരിശീലനം സാധ്യമാക്കുന്ന പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാൽ ധീര പദ്ധതി. അമേരിക്കയിൽ നിന്നും ഇന്ത്യ വാങ്ങിയ ഹെലികോപ്റ്റേഴ്സിന്റെ പേരെന്ത് എന്ന് ചോദിച്ചാൽ അപ്പാച്ചെ AH-64E. അമേരിക്കയിൽ നിന്നും ഇന്ത്യ വാങ്ങിയ ഹെലികോപ്റ്റേഴ്സാണ് അപ്പാച്ചെ AH-64E എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ശാന്തി ബില്ലിനെ കുറിച്ച് പറയാനുള്ളത്. ശാന്തി എന്നതിൻ്റെ ഫുൾ ഫോം S സസ്റ്റൈനബിൾ, H ഹാർനസിംഗ്, A അഡ്വാൻസ്മെന്റ്, N ന്യൂക്ലിയർ എനർജി,
T. Transforming. I. India. Sustainable Harnessing and Advancement of Nuclear Energy for Transforming India എന്നതാണ് ഇതിൻ്റെ ഫുൾ ഫോം. ശാന്തി ബില്ല് എന്തിനാണെന്ന് ചോദിച്ചാൽ ആണവ ഊർജത്തിൻ്റെ പുരോഗതി കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത്. 2047 ആകുമ്പോഴത്തേനും 100 ജിഗാവാട്ടാണ് ഇത് എയിം ചെയ്യുന്നത്. അതുപോലെ തന്നെ നെറ്റ് സീറോ എമിഷൻസ് ആയിരിക്കും. ബൂസ്റ്റസ് എനർജി ഗോൾസ്, സപ്പോർട്ട്സ് ഇന്ത്യസ് ടാർഗറ്റ്സ് ഫോർ ന്യൂക്ലിയർ എനർജി കപ്പാസിറ്റി ആൻഡ് നെറ്റ് സീറോ എമിഷൻസ് എന്നതാണ് ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. പിന്നെ മനസ്സിലാക്കേണ്ടത് ഈ ബില്ല് ലോകസഭ പാസ്സാക്കിയത് ഡിസംബർ 17-നും രാജ്യസഭ പാസ്സാക്കിയത് ഡിസംബർ 18-നുമാണ്. ലോകസഭ ഡിസംബർ 17-നും രാജ്യസഭ ഡിസംബർ 18-നും പാസ്സാക്കി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് ഇത്. ഈ ബില്ലിൻ്റെ പേര് ശാന്തി ബില്ല്, ദി സസ്റ്റൈനബിൾ ഹാർനസിംഗ് ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. WHO ഡയറക്ടർ ജനറലായി നിയമിതനായത് ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ ടെഡ്രോസ് അദാനോം ഗെബ്രിയേസസ്. ഹു ഡയറക്ടർ ജനറൽ? ഡോക്ടർ ടെഡ്രോസ് അദാനോം ഗെബ്രിയേസസ്. മക്കാന പ്രൊഡക്ഷനിൽ ലോകത്ത് 1-ാം സ്ഥാനം ഏത് രാജ്യത്തിന് എന്ന് ചോദിച്ചാൽ ഇന്ത്യക്കാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മക്കാന പ്രൊഡക്ഷൻ ഉള്ളത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ തന്നെ ഏത് സംസ്ഥാനത്ത് എന്ന് ചോദിച്ചാൽ ബീഹാറിലാണ്. ലോകത്ത് മക്കാന ഉൽപ്പാദനം കൂടുതൽ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ തന്നെ ബീഹാറിലാണ്. മക്കാന എന്നത് ഒരു തരം സീഡ്സ് ആണ് കേട്ടോ, ഒരു ലോട്ടസ് സീഡ്സ് ആണ് മക്കാന. വന്യജീവി രക്ഷാ പുനരധിവാസ കേന്ദ്രമായ വാൻതാര സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഉത്തരം ജാംനഗർ. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ്. എന്താണ് വന്യജീവി രക്ഷാ പുനരധിവാസ കേന്ദ്രമായ വാൻതാര? ഈയിടെ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ വാൻതാര. എന്നാൽ അത് സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അത് ജാംനഗറിലാണ്. ഏതാണ് സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ്. ഇനി കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്നത് ആര് എന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് സൗമൻ സെൻ. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്നത് ആര് എന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് സൗമൻ സെൻ. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി ഏത് ജില്ലയിലാണ്? ഉത്തരം തൃശൂർ. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത് തൃശൂർ ജില്ലയിലാണ്. അടുത്തത് എന്തായാലും ഓർത്ത് വെക്കേണ്ട ഒരു പേരാണ് റാം സുധർ. റാം സുധർ നമ്മൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി അഥവാ ഏകതാ പ്രതിമയുടെ ശില്പിയാണ് റാം സുധർ. നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ കാരണം അദ്ദേഹം അന്തരിച്ചു. അപ്പോൾ വിശ്രുത ശില്പിയായിട്ടുള്ള റാം സുധർ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ ഏകതാ പ്രതിമ അഥവാ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ശില്പിയാണ് റാം സുധർ. ആ ഡേറ്റ് കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഡിസംബർ 18 കേട്ടോ. 2025 ഡിസംബർ 18 റാം സുധർ അന്തരിച്ചത്. ഇനി ആനമുടിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഒരു പ്ലാന്റിന്റെ പേരാണ് പോഗോസ്റ്റിമോൺ ആനമുടിക്കം. എന്താണ്? പോഗോസ്റ്റിമോൺ ആനമുടിക്കം. ആനമുടിയിൽ നിന്നും കണ്ടെത്തിയ ന്യൂ പ്ലാന്റ് ആണ് പോഗോസ്റ്റിമോൺ ആനമുടിക്കം. സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമപരവും സാമൂഹികപരവും വൈകാരികപരവുമായ പിന്തുണ നൽകുന്ന ഒരു പദ്ധതിയാണ് സ്നേഹിത. എന്താണ്? സ്നേഹിത എന്ന പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമപരവും സാമൂഹികവും വൈകാരികവുമായ പിന്തുണ നൽകുന്ന പദ്ധതിയാണ്. തിരിച്ചും ചോദിക്കാം, സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമപരവും സാമൂഹികപരവും വൈകാരികപരവുമായ പിന്തുണ നൽകുന്ന പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് പറഞ്ഞിട്ട് സ്നേഹിത, സ്നേഹപൂർവ്വം അങ്ങനെ കുറേ പേരുകൾ കൊടുക്കും. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. സ്നേഹിത. അടുത്തത് ഒരു ധീരവനിതയാണ് മിക്കേല ബെന്തോസ്. വീൽ ചെയറിൽ ബഹിരാകാശത്തെത്തുന്ന ആദ്യ വ്യക്തി എന്ന നേട്ടം കൈവരിച്ചത് മിക്കേല ബെന്തോസ് ആണ്. എന്താണ്? വീൽ ചെയറിൽ ബഹിരാകാശത്തെത്തുന്ന ആദ്യ വ്യക്തി എന്ന നേട്ടം കൈവരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ മിക്കേല ബെന്തോസ്. നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ ശ്രീനിവാസൻ അന്തരിച്ചു അല്ലേ? ഡിസംബർ 20 നടൻ ശ്രീനിവാസൻ അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ വളരെ ഏറെ പ്രസിദ്ധമായവയാണ്. അതിൽ അദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടിയ സിനിമ ഏത് എന്ന് ചോദിച്ചാൽ ചിന്താവിഷ്ടയായ ശ്യാമള. നടൻ ശ്രീനിവാസന് ദേശീയ അവാർഡ് ലഭിച്ച സിനിമ ഏത് എന്ന് ചോദിച്ചാൽ ചിന്താവിഷ്ടയായ ശ്യാമള. ഇനി സംസ്ഥാന അവാർഡാണ് ചോദിക്കുന്നത് എങ്കിൽ അത് വടക്കു നോക്കി യന്ത്രം. ദേശീയ അവാർഡ് ലഭിച്ചത് ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്കും സംസ്ഥാന അവാർഡ് ലഭിച്ചത് വടക്കു നോക്കി യന്ത്രത്തിനുമാണ്. അടുത്തതൊരു ആപ്പാണ് ക്ലൂ ആപ്പ് എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ കേരളത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്തുള്ള ടോയ്ലറ്റ്, അതായത് പൊതു ടോയ്ലറ്റ് കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ആപ്പാണ് ക്ലൂ ആപ്പ്. എന്താണ്? കേരളത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്തുള്ള പൊതു ടോയ്ലറ്റ് കണ്ടെത്താൻ സഹായിക്കുന്ന ആപ്പാണ് ക്ലൂ ആപ്പ്. അടുത്തത് IFFK പുരസ്കാരം 2025 പ്രഖ്യാപിച്ചു. സുവർണ ചകോര പുരസ്കാരം ലഭിച്ചത് 2 സീസൺ 2 സ്ട്രേഞ്ചേഴ്സ്. എന്താണ്? സുവർണ ചകോര പുരസ്കാരം 2 സീസൺസ് 2 സ്ട്രേഞ്ചേഴ്സ്. അതിലിപ്പോൾ സുവർണ എന്നുള്ളതിൽ സാന്നുണ്ട് അല്ലേ? സീസൺസിൽ സാണ്ട്, സ്ട്രേഞ്ചേഴ്സിൽ സാണ്ട്. അപ്പോൾ ആ ഒരു സാമയമാണ്. അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. സുവർണ ചകോര പുരസ്കാരം 2 സീസൺസ് 2 സ്ട്രേഞ്ചേഴ്സ്. സാ 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 അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ. ഇനി പ്രേക്ഷക പുരസ്കാരം ലഭിച്ചത് തന്തപ്പേര് എന്ന സിനിമയ്ക്കാണ്. അതിൻ്റെ ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ ആവളയാണ്. പ്രേക്ഷക പുരസ്കാരം തന്തപ്പേര്.
ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെയും നിങ്ങളുടേതായ രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. പിന്നെ രജത ചകോര പുരസ്കാരം ബിഫോർ ദി ബോഡി, രജത ചകോര പുരസ്കാരം ബിഫോർ ദ ബോഡി. ഓക്കെ, IFFK പുരസ്കാരം 2025, സുവർണ ചകോര പുരസ്കാരം 2 സീസൺസ് 2 സ്ട്രേഞ്ചേഴ്സ്, പ്രേക്ഷക പുരസ്കാരം തന്തപ്പേര് ഉണ്ണികൃഷ്ണൻ ആവള, രജത ചകോര പുരസ്കാരം ബിഫോർ ദി ബോഡി. 2026 റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയാവുന്നത് യൂറോപ്യൻ യൂണിയൻ ആണ്. 2026 റിപ്പബ്ലിക് മുഖ്യ അതിഥിയാവുന്നത് യൂറോപ്യൻ യൂണിയൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തൊഴിലുറപ്പ് ഭേദഗതി ബില്ലിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ. അതിൻ്റെ പേരെന്താണ്? VBG റാംജി ബിൽ അല്ലേ, VBG റാംജി ബിൽ. ഈ VBG റാംജി ബില്ലിൻ്റെ ഫുൾ ഫോം എന്താണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ. അപ്പോൾ ഓർമ്മയുള്ളവർ കമൻറ്റ് സെക്ഷനിലൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, അല്ലാത്തവർ അതൊന്ന് സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഈ VBG റാംജി ബില്ല് തൊഴിലുറപ്പ് ഭേദഗതി ബില്ലാണ്. അത് ലോക്സഭ പാസ്സാക്കിയത് 16-ാം തീയതിയാണ് കേട്ടോ, 16 ഡിസംബർ 25. ഡിസംബർ 16-നാണ് ലോക്സഭ പാസ്സാക്കിയത്. രാജ്യസഭ പാസ്സാക്കിയത് വീണ്ടും 3 ദിവസം കഴിഞ്ഞിട്ടാണ്, ഡിസംബർ 19-നാണ്. രാഷ്ട്രപതി വീണ്ടും 2 ദിവസം കഴിഞ്ഞാണ് പാസ്സാക്കുന്നത്, ഡിസംബർ 21. ഓക്കെ, VBG റാംജി ബിൽ തൊഴിലുറപ്പ് ഭേദഗതി ബില്ലാണ്. അത് ലോക്സഭ പാസ്സാക്കിയത് ഡിസംബർ 16, രാജ്യസഭ പാസ്സാക്കിയത് ഡിസംബർ 19, രാഷ്ട്രപതി പാസ്സാക്കിയത് ഡിസംബർ 21. ഡേറ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, പ്രഥമ അന്താരാഷ്ട്ര സ്പൈസസ് റൂട്ട് സമ്മേളനം നടക്കുന്നത് എവിടെ വെച്ച് എന്ന് ചോദിച്ചാൽ കൊച്ചിയിൽ വെച്ചിട്ടാണ് കേട്ടോ. കൊച്ചിയിൽ ബോൾഗാട്ടി പാലസിൽ വെച്ചിട്ടാണ്. എന്താണ്? പ്രഥമ അന്താരാഷ്ട്ര സ്പൈസസ് റൂട്ട് സമ്മേളനം നടക്കുന്നത് എവിടെ വെച്ച് എന്ന് ചോദിച്ചാൽ കൊച്ചിയിലാണ്. കൊച്ചിയിലെ ബോൾഗാട്ടി പാലസിലാണ് കേട്ടോ. അപ്പോൾ ബോൾഗാട്ടി പാലസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതിന് കൂടെ നമുക്ക് ഉത്തരം കിട്ടി. എവിടെയാണ്? കൊച്ചിയിലാണ്. ഇവിടെ വെച്ചാണ് എന്ത് നടക്കുന്നത്? പ്രഥമ അന്താരാഷ്ട്ര സ്പൈസസ് റൂട്ട് സമ്മേളനം. ഓക്കെ അല്ലേ? മെഡിസെപ്പ് പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഏത് എന്ന് ചോദിച്ചാൽ ഓറിയന്റൽ ആണ് കേട്ടോ. ഓറിയന്റൽ. മെഡിസെപ്പ് അറിയാലോ, സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് എന്ത്? മെഡിസെപ്പ്. ഈ മെഡിസെപ്പുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഏത് എന്ന് ചോദിച്ചാൽ ഓറിയന്റൽ. അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ബ്ലൂ ബേർഡ് ബ്ലോക്ക് 2. ബ്ലൂ ബേർഡ് ബ്ലോക്ക് 2 ഇത് ISRO വിക്ഷേപിച്ച ഒരു ഉപഗ്രഹത്തിൻ്റെ പേരാണ് ബ്ലൂ ബേർഡ് ബ്ലോക്ക് 2. ഡിസംബർ 24-നാണ് വിക്ഷേപിച്ചത്. അമേരിക്കൻ കമ്പനിയായിട്ടുള്ള ST മൊബൈൽസിന് വേണ്ടിയാണ് വിക്ഷേപിച്ചത്. അതും അറിഞ്ഞു വെക്കുക കേട്ടോ. ബ്ലൂ ബേർഡ് ബ്ലോക്ക് 2 വിക്ഷേപിച്ചത് ISRO ആണ്, പക്ഷേ അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള ST മൊബൈൽസിന് വേണ്ടിയാണ് വിക്ഷേപിച്ചത്. മാത്രമല്ല ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് ഇത്. ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ അത് ബ്ലൂ ബേർഡ് ബ്ലോക്ക് 2 ആണ്. ഇതിൻ്റെ ഭാരം 6500 കിലോഗ്രാം ആണ്. എത്ര? 6500 കിലോഗ്രാം ഭാരമാണ് ബ്ലൂ ബേർഡ് ബ്ലോക്ക് 2 എന്ന ഈ ഉപഗ്രഹത്തിനുള്ളത്. LVM-3 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചിട്ടുള്ളത്, അഥവാ ബാഹുബലി. LVM-3 റോക്കറ്റ് അഥവാ ബാഹുബലി ഉപയോഗിച്ചാണ് ഇത് വിക്ഷേപിച്ചിട്ടുള്ളത്. ലോകത്തെ ഏറ്റവും വലിയ വാണിജ്യ വാർത്താവിനിമയ ഉപഗ്രഹം ആണ് ഇത് എന്നതുകൂടെ ഇതിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. ഏറ്റവും വലിയ വാണിജ്യ വാർത്താവിനിമയ ഉപഗ്രഹം. അപ്പോൾ ഓർത്ത് വെക്കുക, ബ്ലൂ ബേർഡ് ബ്ലോക്ക് 2 ISRO വിക്ഷേപിച്ചു. ഡിസംബർ 24-നാണ് വിക്ഷേപിച്ചത്. അമേരിക്കൻ കമ്പനിയായിട്ടുള്ള ST മൊബൈൽസിന് വേണ്ടിയാണ് വിക്ഷേപിച്ചത്. ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് ഇത്. 6500 കിലോഗ്രാം ആണ് ഇതിൻ്റെ വെയിറ്റ്. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കിയത്. പ്രധാനപ്പെട്ട ഡിസംബർ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കി. ഇനി 2-3 ദിവസത്തെയും കൂടെ ഉണ്ട്. ഇതുവരേക്കുള്ള എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡിസംബർ മാസത്തെ കംപ്ലീറ്റ് ആയിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു. റിപ്പീറ്റായി കേൾക്കുക, എല്ലാം കേട്ട് പഠിക്കാം. ഓക്കെ.